ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. പട്ടുറുമാൽ പാർട്ട് 8. അനീസ തൻ്റെ പൊന്നുമകൾ ഒരു അന്യജാതിക്കാരൻ ചെക്കൻ്റെ കൂടെ ഒളിച്ചോടാൻ പോകുന്നുവെന്ന്, ചെക്കൻ്റെ അപ്പൻ അവളെ യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ കൊല്ലുമെന്ന്. റബ്ബേ, ഇല്ല, വിശ്വസിക്കാനാവില്ല, വിശ്വസിക്കാൻ വയ്യ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഇന്നോളം സൂക്ഷിച്ചു, കൺവെട്ടത്തു നിന്ന് മാറാതെ സൂക്ഷിച്ചു. എന്നിട്ടും കൈവിട്ടുവെന്നോ? ഒരുപാട് പഠിപ്പിക്കണമെന്നാണ് കരുതിയത് രണ്ടു മക്കളെയും വലിയ നിലയിലെത്തിക്കാൻ. പക്ഷേ സാഹചര്യം സമ്മതിച്ചില്ല. ഒന്നാമത് സ്ത്രീകൾ മാത്രമായുള്ള താമസം, രണ്ടാമത് പണത്തിന് വേണ്ടി തെറ്റുകാരി അല്ലെങ്കിൽ പോലും താൻ സമ്പാദിച്ച പേരുദോഷം. അത് തൻ്റെ മക്കളെ ബാധിക്കരുത്. മാത്രമല്ല, തീരുമാനം തകിടം മറിയാൻ പെട്ടെന്നുണ്ടായ സാഹചര്യം മറ്റൊന്നാണ്. അനീസയെ വീട്ടിൽ കടന്നു കയറി പിടിക്കാനും ആക്രമിക്കാനും ഒരുവന് ധൈര്യം വന്നിരിക്കുന്നു. അതിനിയും ആവർത്തിച്ചൂടാന്നില്ല. അതിനിടയാകരുത്. എല്ലാറ്റിനുപരി തനിക്കുണ്ടായ ഹൃദയാഘാത സാധ്യത. പെട്ടെന്ന് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മക്കൾ അനാഥരാകരുത്, തെണ്ടരുത്. അവരെ എത്രയും വേഗം ഉത്തരവാദിത്വമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കണം. പഠനവും ജോലി വാങ്ങലും ഒക്കെ അതിനുശേഷം മതി. തൻ്റെ വിധി എന്തായാലും അത് അവർക്കുണ്ടാകരുത് എന്ന് 5 നേരത്തെ നിസ്കാരത്തിലും പ്രാർത്ഥിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ പടച്ചോൻ നോക്കട്ടെ. അങ്ങനെയാണ് നിക്കാഹിന് തീരുമാനമെടുത്തത്. തൻ്റെ മകൾ, തൻ്റെ പൊന്നുമകൾ, അവൾ തന്നെ ചതിച്ചെന്നോ? ഇല്ല ഇല്ല, വിശ്വസിക്കാനാവില്ല. ആസ്യ മേശമേൽ തലയിട്ടുരുട്ടി. ഇല്ല, വിശ്വസിക്കാനാവില്ല. ആരെങ്കിലും വെറുതെ പറഞ്ഞതാകുമോ? ഹേയ്, വിളിച്ചതും പറഞ്ഞതും വെറുതെ ഒരാളല്ല, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. അയാൾ എന്തിന് കള്ളം പറയണം? കളി പറയുന്ന സ്വരമല്ലായിരുന്നു അത്. നല്ലവണ്ണം ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ച സ്വരമായിരുന്നു അത്. അപ്പോൾ സത്യമാണ്, മകൾ, അവളുടെ ജീവൻ അപകടത്തിലാണെന്ന് രക്ഷകൻ. ആരാണ് പുതിയ രക്ഷകൻ? അയാൾ വഹാബ്. അയാളല്ലാതെ ആര്? അപ്പോൾ അയാൾക്കെല്ലാം അറിയാം. എല്ലാം അറിഞ്ഞയാൾ കൂട്ടു നിൽക്കുന്നു തൻ്റെ മകൾക്ക്, തൻ്റെ നാശം കാണാൻ, അവൾ നശിക്കുന്നത് കാണാൻ. അവളെ കൊല്ലാൻ കൂട്ടു നിൽക്കുന്നു. റാസ്കൽ, നീചൻ. ആസ്യ ബീവിയുടെ തളർച്ച മാറി. എണീക്കുന്ന സിംഹിയായി. ദുഷ്ടൻ. അവർ എണീറ്റു. വാനിറ്റി ബാഗ് എടുത്തു. ധൃതിയിൽ പുറത്തേക്കിറങ്ങി. പായുകയായിരുന്നു. കളക്ട്രേറ്റിൻ്റെ വരാന്തയിലൂടെ സ്റ്റെയർ കേസ് ഇറങ്ങി ഓടി വഴിയിലെത്തി. ബസ് വരാൻ കാത്തു നിൽക്കാനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല. ആദ്യം കണ്ട ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ കടന്നിരുന്നു. ഓട്ടോറിക്ഷയ്ക്ക് വേഗത പോരെന്നവർക്ക് ആദ്യമായിട്ട് തോന്നി. വേഗം വേഗം, അവർ ഡ്രൈവറോട് പറഞ്ഞു. ഒരു ഓട്ടോറിക്ഷയ്ക്ക് തിരക്കുള്ള വഴിയിൽ എടുക്കാവുന്നത്ര സ്പീഡിൽ വണ്ടി നീങ്ങി. അനീസ മൻസിലിൻ്റെ മുൻപിൽ വണ്ടി നിർത്തി. ഡ്രൈവറെ പറഞ്ഞു വിട്ടിട്ട് ആസ്യ ബീവി നേരെ പോയത് അനീസ മൻസിലിലേക്കല്ല, എതിർ വീട്ടിലേക്ക്, വഹാബിൻ്റെ താമസ സ്ഥലത്തേക്ക്. ഉമ്മറത്തെത്തി. വാതിലുകളെല്ലാം തുറന്നു കിടക്കുന്നു. ആസ്യ ബീവി അകത്തേക്ക് എത്തി നോക്കുമ്പോൾ കണ്ടു, എന്തോ വായിച്ചുകൊണ്ട് കസേരയിൽ വഹാബ്. തലയിൽ ഇപ്പോൾ കെട്ടില്ല. ആസ്യ ബീവി അങ്ങോട്ട് ചെന്നു. മാഡമോ, എന്താ ഇന്ന് നേരത്തെ പോന്നോ? വഹാബ് ലോഹ്യം ചോദിച്ചു. കഴിഞ്ഞ ദിവസം അല്പം സോഫ്റ്റായി സംസാരിച്ചതല്ലേ, മാപ്പ് ചോദിച്ചതല്ലേ, ആ പരിഗണന വെച്ച് അയാൾ എണീക്കുകയും ചെയ്തു. നേരത്തെ പോന്നു പുതിയ രക്ഷകനെ കാണാൻ. ആസ്യ ബീബി തുറിച്ചു നോക്കി. ആ സ്വരം കടുത്തു. രക്ഷകനോ? വഹാബിൻ്റെ പുരികം ചൊളിഞ്ഞു. ആസ്യ ബീബിയുടെ മുഖത്തേക്ക് നോക്കിയതോടെ എന്തോ പ്രശ്നമുണ്ടെന്ന് ഊഹിച്ചു. അതെ, എൻ്റെയും മക്കളുടെയും രക്ഷകൻ. ആസ്യ ബീവി തുറിച്ചു നോക്കിയ പാടെ നിന്നു. മാഡം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. വഹാബും തെല്ല് ഗൗരവത്തിലായി. നിങ്ങൾക്ക് മനസ്സിലായില്ല, പക്ഷേ മറ്റെല്ലാവർക്കും മനസ്സിലായി. എന്താണ് നിങ്ങളുടെ ഭാവം? ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? മാഡം തെളിച്ചു പറയൂ. ഇനി എന്ത് തെളിയിക്കാൻ? എൻ്റെ മകളെ ഒരു അന്യജാതിക്കാരൻ ചെക്കൻ്റെ കൂടെ ഇറക്കി വിട്ടാൽ നിങ്ങൾക്ക് എന്താണ് പ്രയോജനം? വഹാബ് ഞെട്ടിപ്പോയി. പിടിക്കപ്പെട്ട കുറ്റവാളിയെ പോലെ അയാൾ ഒന്ന് വരിങ്ങി. എന്തിന്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എന്നെ തകർക്കാൻ, എന്നെ തോൽപ്പിക്കാൻ അല്ലേ? അങ്ങനെ നിങ്ങൾക്ക് എന്നോട് പക വീട്ടാൻ അല്ലേ? കത്തി തിളയ്ക്കുന്നത് പോലെ നിന്നു ആസ്യ ബീവി. ആസ്യ, ഇങ്ങനൊന്നും വഹാബ് പറയാനാഞ്ഞു. നോ, നിങ്ങൾ എന്നെ പേര് വിളിക്കണ്ട. നിങ്ങൾ കള്ളനാണ്, ചതിയനാണ്. നിങ്ങൾ വന്ന് എൻ്റെ കുഞ്ഞിനെ പാട്ടിലാക്കി, അവളെ പറഞ്ഞു തിരിപ്പിച്ചു, എനിക്കെതിരെ ആയുധമാക്കി. എന്നിട്ട് നിങ്ങൾ അവളെ കൊല്ലിക്കാൻ കൂട്ടു നിൽക്കുന്നു. ആസ്യ ബീവി ചീറി. നിർത്തൂ ഈ ഭ്രാന്ത് പറച്ചിൽ. വഹാബ് ശബ്ദമുയർത്തി. ഭ്രാന്ത്? എനിക്ക് ഭ്രാന്താണ്, എനിക്ക് ഭ്രാന്താണ്. ആസ്യ ബീവി നിന്ന് കിതച്ചു. പുലമ്പി. എന്നെ ഭ്രാന്തിയാക്കുന്നത് നിങ്ങളാണ്.
നിങ്ങൾ അതിനാണ് ഈ നാട്ടിലേക്ക് വന്നത്. ഇവിടെ താമസിക്കാൻ എത്തിയതും അതിനാണ്. എന്നെ എൻ്റെ മക്കളെ നശിപ്പിക്കാൻ, അങ്ങനെ പക വീട്ടാൻ. പ്ലീസ് മാഡം, ഞാൻ പറയുന്നത് കേൾക്കൂ, എന്തെന്ന് മനസ്സിലാക്കൂ. വഹാബ് പറയാൻ ശ്രമിച്ചു. ഞാൻ ശ്രമിച്ചത് നോ നോ, എനിക്ക് കേൾക്കണ്ട, ഒന്നും കേൾക്കണ്ട, നിങ്ങൾ ഒന്നും പറയണ്ട. എല്ലാം ഞാൻ കേട്ടു, എല്ലാം അറിഞ്ഞു. ഇനി ഒന്നും ബാക്കിയില്ല, ഒന്നുമില്ല. എന്നോടൊന്നും പറയണ്ട. ആസിയ ബീവി പിന്തിരിഞ്ഞു. പ്ലീസ് മാഡം, വഹാബ് വീണ്ടും പറയാനൊരുങ്ങി. ഷട്ടപ്പ് ഷട്ടപ്പ് യുവർ ബ്ലേഡി മൗത്ത്, ഷട്ടപ്പ്. ഭ്രാന്തിയെ പോലെ ആസിയ ബീവി ഉമ്മറത്ത് നിന്ന് മുറ്റത്തേക്കിറങ്ങി. 2-3 അടി നടന്നിട്ടവർ തിരിഞ്ഞു നിന്നു. വഹാബിനെ തുറച്ചു നോക്കി. എന്നിട്ട് കൈ ചൂണ്ടി പറഞ്ഞു, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല, വിടില്ല. ആസിയാണ് പറയുന്നത്. പക വീട്ടാൻ എനിക്കും അറിയാം. മുറിവേറ്റ പാമ്പാണ് ഞാൻ. വീണ്ടും വീണ്ടും എന്നെ മുറിവേൽപ്പിക്കാൻ നിങ്ങളെ ഞാൻ അനുവദിക്കില്ല. എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് തന്നെ ആസിയ ഗേറ്റ് കടക്കുന്നു. വഹാബ് ഭയന്നു. ആ സ്ത്രീ വല്ലാതെ വയലൻ്റ് ആകുന്നത് പോലെ. എന്താണ് സംഭവിക്കുക? അവർ എങ്ങനെ അറിഞ്ഞു? ആര് പറഞ്ഞു? താൻ മനഃപൂർവ്വം ചതിക്കുകയാണെന്നും. മനഃപൂർവ്വം എന്താണ് തൻ്റെ പങ്കെന്ന്, തൻ്റെ മനോഭാവം എന്തെന്ന് പറയാൻ ശ്രമിച്ചിട്ട് ഒരക്ഷരം പറയിപ്പിച്ചുമില്ല. എല്ലാം കീഴ്മേൽ മറിയുന്നത് പോലെ അനീസ മനസ്സിലേക്ക് കയറിയ ആസിയ ആദ്യം തന്നെ ചെയ്തത് മക്കളുടെ മുറിയിലേക്കാണ്. അനീസയുടെ ബുക്കുകളും ഷെൽഫും മേശയും എല്ലാം തുറന്ന് വാരി വലിച്ചു പരിശോധിച്ചു. എന്തെങ്കിലും തെളിവുണ്ടോ? എന്തെങ്കിലും? ഒന്നുമില്ല, ഒന്നും കാണുന്നില്ല. ഒന്നും കിട്ടാതെ വന്നപ്പോൾ പൂർവാധികം കലിതുള്ളി ആസിയ എല്ലാം തട്ടിത്തെറിപ്പിച്ച് നാശമാക്കി. ഡ്രസ്സുകളും ബുക്കുകളും വലിച്ചെറിഞ്ഞു. എന്നിട്ടും കലിയടങ്ങാഞ്ഞു ബുക്കുകളുടെ താളുകൾ ചീന്തിയെറിഞ്ഞു. പിന്നെ ആ മുറിയിൽ കണ്ടതെല്ലാം ചവിട്ടി തെറിപ്പിച്ചു, എറിഞ്ഞുടച്ചു. കിതപ്പോടെ അവർ 4 പാടും നോക്കി. എന്തൊക്കെയോ ഞെരിഞ്ഞു പിടിക്കാനുള്ളൊരാവേശം. പൊന്നുമക്കൾ, പൊന്നുപോലെ കരുതിയ മകൾ, ഒരിക്കലും വഴിപിഴക്കില്ലെന്ന് കരുതിയ മകൾ, അവൾ തൻ്റെ തലയിൽ ആഞ്ഞു ചവിട്ടിയിരിക്കുന്നു. തൻ്റെ എല്ലാ നാശങ്ങളിലും തകർച്ചയിലും താങ്ങായി നിൽക്കുമെന്ന് കരുതിയവൾ തന്നെ തകർക്കുന്നു. ഇല്ല, സഹിക്കാൻ വയ്യ, സഹിക്കാനാവുന്നില്ല റബ്ബേ. ഞാനിനി എന്താ ചെയ്യേണ്ടത്? ആരെങ്കിലും പറഞ്ഞതാ? ആരെങ്കിലും? ആസിയ ബീവി 4 പാട് നോക്കി. ആരുമില്ല, ആരും. ഒറ്റയ്ക്കാണ് താൻ, ഒറ്റയ്ക്ക്. ആസിയ ബീവി കൈ ചുരുട്ടി വീണ്ടും ആഞ്ഞു പ്രയോഗിച്ചു. ആ ചുരുട്ടിയ കരം സ്വന്തം നെഞ്ചിലേക്ക് വീണ്ടും വീണ്ടും. സ്വന്തം നെഞ്ച് ഇടിച്ചു പൊട്ടിച്ച് ആരുടെയോ പക വീട്ടാനെന്നാണ്. ഭും ഭും. ആ ശബ്ദം പോർച്ചിലെത്തിയപ്പോഴേ രജനയും അനീസയും കേട്ടു. എന്താണിത്? ഉമ്മ വന്നിട്ടുണ്ടല്ലോ. എന്താണ് ഈ ശബ്ദം? ശബ്ദം ലക്ഷ്യമാക്കി ഇരുവരും ഓടിയാണ് മുറിയിലെത്തിയത്. അലങ്കോലപ്പെട്ട മുറിയിൽ തനിച്ചുമ്മ, സ്വന്തം നെഞ്ചിലിടിക്കുന്ന ഉമ്മ. ഉമ്മ! ആന്തലോടെ ഇരുവരും ആസിയക്കരികിലേക്ക് പാഞ്ഞു. അനീസയാണ് ആദ്യം മുൻപിലെത്തിയത്. ഇടി നിന്നു. ആസിയയുടെ തീ പറക്കുന്ന മിഴികൾ അനീസയുടെ മുഖത്ത് തറഞ്ഞു. പൊള്ളിയിട്ടെന്നവണ്ണം അവൾ മുഖം ഒന്ന് പിന്നോക്കം വലിച്ചുപോയി. അതേ തുറച്ച നോട്ടത്തോടെ ഒരു ഭ്രാന്തിയുടെ മട്ടിൽ ആസിയ എഴുന്നേറ്റു. എന്നിട്ട് അനീസയെ പിടികൂടി. എടി എടി ഹറാം പറപ്പേ! ആക്രോശമായിരുന്നു അത്. ഇരയെ കിട്ടിയ വ്യാക്രം. അടിമുടി വിറച്ചുപോയി അനീസ. ആദ്യം കരണത്തായിരുന്നു പ്രയോഗം. 2 കരണത്തും മാറി മാറി അനീസയുടെ 2 കവിൾത്തടങ്ങളും നിമിഷം കൊണ്ട് തിണർത്തു, ചുവന്നു, ചോര പരുവമായി. ഉമ്മ, എന്താണ് ഉമ്മ ഇത്? താത്തായെ തല്ലല്ലേ ഉമ്മ, താത്തായെ വിടുമ്മ. രചന ഇടയ്ക്ക് കയറാൻ നോക്കി. തൊട്ടു പോകരുത്, കൊല്ലും ഞാൻ, മാറി നിൽക്കടി. ആസിയ രചനയ്ക്ക് നേരെ അലറി. അവൾ ഭയന്നുപോയി. ഉമ്മ, എന്തിനാണ് ഉമ്മ എന്നെ ഇങ്ങനെ തല്ലുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തുമ്മ? അനീസ തേങ്ങി പൊട്ടിക്കൊണ്ട് ചോദിച്ചു പോയി. ഹറാം പറപ്പേ, കുരുപ്പേ, നിനക്കറിയണം അല്ലേടി? ആസിയ ബീവി അവളുടെ കൈ കൂട്ടിപ്പിടിച്ച് പുറകോട്ട് വലിച്ചു. അവളുടെ ചുരിദാറിൻ്റെ ഷാള് കൊണ്ട് തന്നെ പുറകിൽ കൈ കൂട്ടിക്കെട്ടി. എന്നിട്ട് ഒരറ്റം കൊണ്ട് ജനലിനോട് ചേർത്ത് അവളെ വരിഞ്ഞു കെട്ടി നിർത്തി. എന്നിട്ട് ആസിയ ബീവി ചൂരലെടുത്തു. അനീസയുടെ കണ്ണു വിഴിഞ്ഞു നിന്നു. രജനയുടെ എന്തിനാണെന്ന് നിനക്കറിയണം അല്ലേടി അസത്തെ? ആദ്യത്തെ അടി വീണു. ചൂരൽ ശരീരത്ത് ആഞ്ഞു പതിച്ചതോടെ അനീസ നിന്ന് തുള്ളിപ്പോയി. നിനക്കറിയണം അല്ലേടി, നിനക്കറിയണം അല്ലേടി? വീണ്ടും വീണ്ടും അടി, നിർത്താതെ അടി, നിർത്താതെ തലങ്ങും വിലങ്ങും. അനീസയുടെ പെരുവിരൽ മുതൽ നെറുക വരെ ചുവന്ന പാടുകളായി. ഇടയ്ക്ക് കയറിയ രചനയ്ക്ക് പലതവണ അടി കൊണ്ടു. അവളുടെ ശരീരത്തിലും പാടുകളായി. ഒടുവിൽ രചന രണ്ടും കൽപ്പിച്ച് ചൂരലിന്മേൽ പിടികൂടി. എടി! ആസിയ അവൾക്ക് നേരെ തിരിഞ്ഞു. ഉമ്മ ഞങ്ങളുടെ ഉമ്മയാണ്, തല്ലാൻ അവകാശമുണ്ട്. തല്ലിക്കോ, തല്ലിക്കൊന്നോ, എന്നാലും അതെന്തിനാണെന്ന് പറഞ്ഞിട്ട് പോരെ? രചന ചോദിച്ചു പോയി.
അനീസ ദേഹമാസകലം പുകഞ്ഞ് കത്തിപ്പടരുകയാണ്. നീറി പിടിക്കുകയാണ്. കണ്ണുകളിൽ കൂടി രക്തം പൊടിയുന്ന ഭാവത്തിൽ അവൾ നോക്കുകയാണ്. പറ, എന്തിനാണ് ഈ മർദ്ദനം? രചന ധൈര്യം സംഭരിച്ചു. ആസ്യ ചൂരൽ രചനയ്ക്ക് നേരെ നീട്ടി. എന്നിട്ട് ചോദിച്ചു, സത്യം പറയടി, ഇവൾ അന്യജാതി ചെക്കൻ്റെ കൂടെ പോകാനിരിക്കുന്ന വിവരം നിനക്കറിയത്തില്ലേടി? രചന ഞെട്ടിത്തെറിച്ചു. അമ്പേ നടുങ്ങി പകച്ചുപോയ അനീസ. അടിയുടെ വേദനയും പുകച്ചിലും പമ്പ കടന്നു. അത്രയ്ക്ക് ഭീതിയും ഉത്കണ്ഠയുമാണ് നിമിഷം കൊണ്ട് നെഞ്ചിൽ തെങ്ങിയത്. പറയടി, നിനക്കറിയില്ലേന്ന്? സത്യം പറഞ്ഞോണം, ഇല്ലെങ്കിൽ കൊല്ലും ഞാൻ നിന്നെ. ആസ്യ ബീവി വീണ്ടും ആക്രോശിച്ചു. ഇല്ല ഇല്ലുമ്മ, അങ്ങനെയൊന്നുമില്ല, ഇതാര് പറഞ്ഞു? രചന ഒന്നും അറിയാത്ത ഭാവം നടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആസ്യയ്ക്ക് മനസ്സിലായി, രചന അറിയാത്ത രഹസ്യങ്ങളൊന്നും അനീസയ്ക്കില്ല. തിരിച്ചും അങ്ങനെ തന്നെയാണ് താനും. മാത്രമല്ല, രചനയുടെ നടുക്കം അവർ ശരിക്കും കണ്ടു. ആസ്യ അനീസയ്ക്ക് മുൻപിൽ വീണ്ടു നിന്നു, ചൂരൽ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ. നിനക്ക് വല്ലവൻ്റെയും കൂടെ പോണോടി? അനീസ കിടുങ്ങി. പറയേ, എനിക്കിപ്പോൾ അറിയണം. ജീവൻ രക്തവും ഊറ്റിത്തന്ന് വളർത്തിയ ഞാനോ വലുത്, അവനോ വലുത്? എനിക്കതറിയണം. ഉമ്മ, അക്ഷരങ്ങൾ തേഞ്ഞൊരു കരച്ചിലായിരുന്നു അത്. പറയടി, പറയേ, നിനക്ക് ആ ചെക്കൻ്റെ കൂടെ പോണോ? എനിക്ക് അതിലപ്പുറം ഒന്നും പറയാൻ അനീസയ്ക്കാവുന്നില്ല. ഞാൻ തീരുമാനിച്ച നിക്കാഹ് ഇന്നേ 56 ദിവസം നടക്കും. അന്ന് പന്തലിൽ നീ ഉണ്ടാകണം. ഉണ്ടാകില്ലേടി? ഉമ്മ, എനിക്ക് കെട്ടപ്പെട്ട നിലയിൽ അനീസ തേങ്ങി. നിനക്ക് പറയടി. അനീസ ചൂരൽ വീണ്ടും ഓങ്ങി. എനിക്ക് മരിക്കണം. അസത്തെ, അതിനാണോടി ഞാൻ നിന്നെയൊക്കെ ഇത്രയേറെ കഷ്ടപ്പെട്ട് വളർത്തിയത്? അടി കഴിഞ്ഞിട്ടായിരുന്നു ചോദ്യം. അനീസ വീണ്ടും പൊളഞ്ഞു. എനിക്ക് നിക്കാഹ് വേണ്ട, എനിക്ക് മരിക്കണം. അനീസ വീണ്ടും പറഞ്ഞു. അപ്പോൾ എന്നെ ധിക്കരിക്കാനാണ് ഭാവം അല്ലേടി? ആസ്യ ചൂരൽ അവളുടെ മുഖത്ത് കുത്തിപ്പിടിച്ചു. അല്ലുമ്മ, പൊളഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. പിന്നെ നിനക്ക് അവനെ മറക്കാൻ പറ്റുമോ? പറയടി. ഉമ്മ, തേക്കമാണ്. അപ്പോൾ നിനക്ക് അവനാണ് വലുത് അല്ലേ? അനീസ വീണ്ടും തേങ്ങി. എന്ത് കണ്ടിട്ടാണ് അവൻ നിന്നോടൊപ്പം എല്ലാം ഉപേക്ഷിച്ച് വരാൻ പോകുന്നത്? ആസ്യ ബീവി അവളെ തുറിച്ചു നോക്കി. നിന്റെ ഈ മോറിൻ്റെ ഭംഗി കണ്ടിട്ടാണല്ലേ? അത് ശരി, എന്നാലിപ്പോൾ കണ്ടോ, നിന്റെ മുഖത്ത് 2 കവളത്തും ചൂട് വെച്ച് പൊള്ളിച്ചാലോ? പിന്നവൻ നിന്നെ തിരിഞ്ഞു നോക്കുമോടി? അനീസ നടുങ്ങിത്തെറിച്ചു. ചൂരൽ മുറിയുടെ മൂലയിലേക്ക് ഇട്ടിട്ട് ആസ്യ അടുക്കളയിലേക്ക് പാഞ്ഞു. താത്ത, രചന ഭയന്നു. രചന, എന്നെ കെട്ടഴിച്ചു വിറി. അനീസ തേങ്ങി. രചന അടുക്കളയിലേക്ക് ഓടി. എന്താണ് ചെയ്യുന്നതെന്ന് പോലും ബോധമില്ലാത്ത മട്ടിൽ ഒരു ഭ്രാന്തിയെ പോലെ ആസ്യ ഒരു ചട്ടുകം എടുത്തു പിടിച്ച് ഗ്യാസ് അടുപ്പ് ഓൺ ചെയ്യുകയാണ്. രചന പിടച്ചിലോടെ തിരിഞ്ഞു പാഞ്ഞു. ഉമ്മയ്ക്ക് സത്യത്തിൽ ഭ്രാന്തായോ? അവൾ വെപ്രാളത്തോടെ ഓടി പാഞ്ഞു വന്ന് അനീസയുടെ കയ്യിലേക്ക് കെട്ടഴിച്ചു. ഷാളായതിനാൽ പെട്ടെന്ന് അഴിഞ്ഞു പോന്നു. അനീസ ഇറങ്ങി ഒരു ഓട്ടം കൊടുത്തു. ഒപ്പം ഓടി രചനയും. താത്തായ്ക്ക് പകരം അല്ലെങ്കിൽ ചട്ടുകം തൻ്റെ കവിളത്തിരിക്കും എന്നവൾക്കറിയാം. എടി, ചട്ടുകവുമായി ആസ്യ പാഞ്ഞെത്തി. മക്കൾ 2 പേരുമില്ല. ചുട്ടുപഴുത്ത ചട്ടുകവുമായി ആസ്യ പുറത്തേക്ക് പാഞ്ഞു. അവർ കണ്ട് അപ്പുറത്തെ വാടക വീട്ടിലേക്ക് പാഞ്ഞു കയറുന്ന മക്കളെ. കൊള്ളാം, ആസ്യ കരുതി. അവൻ്റെ മുൻപിൽ വെച്ച് വേണം അത്. തൻ്റെ മക്കളെ താൻ ശിക്ഷിക്കുന്നത് അവൻ കാണണം. കണ്ട് ഞെട്ടി കരൾ വിങ്ങി കരയണം. ചോര പൊടിയണം ഹൃദയത്തിൽ നിന്ന്. ആസ്യ അങ്ങോട്ട് പാഞ്ഞു. ഓടിപ്പാഞ്ഞകത്ത് ചെന്നപ്പോൾ കണ്ട കാഴ്ചയോ? തൻ്റെ 2 പെൺമക്കൾ, ഇരുവരും അയാളുടെ നെഞ്ചിൽ. അയാൾ ഇരുവരെ അടുക്കി ചേർത്ത് പിടിച്ചിരിക്കുന്നു. ചീ, എടി! ആസ്യ ചീറി. വാടി ഇവിടെ. 2 പേരോടുമാണ് പറയുന്നത്, വരാനിവിടെ. ഇരുവരും വഹാബിനെ കൂടുതൽ അള്ളിപ്പിടിച്ചതേ ഉള്ളൂ. എൻ്റെ മക്കളെ ഇറക്കി വിടാനാണ് പറഞ്ഞത്. ആസ്യ വഹാബിന് നേരെ നോക്കി ആക്രോശിച്ചു. ഇല്ല, എൻ്റെ നെഞ്ചിൽ അഭയം തേടിയ മക്കളെ ബലമായി ഞാൻ ഇറക്കി വിടുന്നില്ല. വഹാബ് അത്യന്തം ഗൗരവത്തിൽ പറഞ്ഞു. തൻ്റെ മക്കളല്ല അവർ. അതൊരു തർക്കമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. താൻ അവരെ വിടുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, ഉറച്ച സ്വരം. എന്നാൽ താൻ വിടണ്ട, പിടിച്ചോ. പറഞ്ഞു തീർന്ന പാടെ ചട്ടുകവുമായി ആസ്യ അനീസയുടെ നേരെ കുതിച്ചു. ഒറ്റ നിമിഷം വഹാബ് ചട്ടുകമിരുന്ന് ആ കയ്യിൽ കയറി പിടിച്ചു. ആസ്യ ബീവി കണ്ണു മിഴിച്ചു. വിട്, എൻ്റെ കയ്യേന്ന് വിടാൻ. ഇല്ല, വഹാബ് കർക്കശമായി പറഞ്ഞു. ആസ്യ ബീവി കുതറി. വഹാബിൻ്റെ പിടിപിടിക്കാനും ചട്ടുകം അനീസയുടെ കവിളിൽ പതിപ്പിക്കാനുമായിരുന്നു ആസ്യയുടെ ശ്രമം. ക്ഷമയറ്റ വഹാബ് അവരുടെ കരണത്തൊറ്റയടി. മക്കളുടെ സൗന്ദര്യം നശിപ്പിക്കാൻ നടക്കുന്ന പിശാച്. തെരുവിൽ അലയുന്ന പെണ്ണുങ്ങൾ പോലും ചെയ്യില്ലാത്തത്ര ക്രൂരത.
വഹാബ് ചീറി. ഒരു നിമിഷം ആസിയ ബീവി കരണം പൊത്തി സ്തബ്ധയായി നിന്നു. താൻ എന്നെ തല്ലി അല്ലേ എന്ന ഭാവത്തോടെ അടുത്ത നിമിഷം അവരാ ചട്ടുകം സ്വന്തം കൈത്തണ്ടമേലേക്ക് ആഞ്ഞു പതിപ്പിച്ചു. ഗ്യാസ് അടുപ്പിൽ വെച്ച് ചുട്ടുവഴുത്തിരുന്ന ആ ചട്ടുകത്തിന്മേൽ ആസിയയുടെ കൈത്തണ്ടയിലെ വെളുത്ത് സുന്ദരമായ തൊലിയും മാംസവും കരിഞ്ഞു പുകഞ്ഞു പറ്റി പിടിച്ചു. ഉമ്മ! മക്കൾ ഇരുവരും ആർത്തനാദത്തോടെ അവരെ കയറി പിടിച്ചു. നടുങ്ങിത്തെറിച്ച വഹാബ് ബലമായി തന്നെ ആ ചട്ടുകം പിടിച്ചു വാങ്ങി ദൂരേക്കെറിഞ്ഞു. ആസിയ പിന്നോക്കം വീണ് ബോധമറ്റ്. വഹാബ് ഭയന്നു. അറ്റാക്കാണോ? ഉമ്മ! മക്കൾ അരികിലിരുന്ന് കരയാൻ തുടങ്ങി. വഹാബ് കുറേ വെള്ളം കൊണ്ടുവന്ന് ആസിയയുടെ മുഖത്ത് തളിച്ചു. ഇമയൊന്ന് ചിമ്മി വീണ്ടും വീണ്ടും തളിച്ചു. ഉമ്മ! ഉമ്മ! മക്കൾ വീണ്ടും വിളിച്ചു. ആസിയ വിളി കേട്ടു. ഹാവു! മൂവർക്കും ആശ്വാസമായി. ഡോക്ടർ ഇന്നാൾ പറഞ്ഞതുപോലെ വീണ്ടും ഒരു അറ്റാക്കാണോ എന്ന് മൂവരും ഭയന്നു പോയിരുന്നു. അനീസ! വഹാബ് പതിയെ പറഞ്ഞു. ഉമ്മയെ കഴിയുന്നതും ഇനി പ്രകോപിപ്പിക്കാതെ നോക്കുക. അനീസയ്ക്ക് ആ പയ്യൻ മുഖ്യമായിരിക്കും. പക്ഷേ വല്ലാത്തൊരു തകർച്ചയിലാണ് കുട്ടിയുടെ ഉമ്മ. അത് മറക്കരുത്. കണ്ടില്ലേ കാട്ടിക്കൂട്ടുന്നതൊക്കെ? തനി ഭ്രാന്ത്. അനീസ കരഞ്ഞതേ ഉള്ളൂ. വഹാബ് കണ്ടു അവളുടെ ശരീരത്തിൽ തലങ്ങും വിലങ്ങും കിടക്കുന്ന പാടുകൾ. ഹോ, വല്ലാത്ത ക്രൂരതയായിപ്പോയി. പ്രായമായ പെൺകുട്ടികളെ കെട്ടിയിട്ട് തല്ലിച്ചതയ്ക്കുക. എത്ര കിരാതം! ഇവളെങ്ങനെ ഒരു ഓഫീസറായി? ഒരു ഗസറ്റഡ് ഓഫീസർക്ക് ലഭിക്കേണ്ടുന്ന അറിവും പ്രായോഗിക ബുദ്ധിയും ഇങ്ങനെയാണോ? മകൾക്കൊരു കാമുകനുണ്ടെന്നറിയുമ്പോൾ ഏറ്റവും നയപരമായി ഇടപെടുന്നതിന് പകരം കെട്ടിയിട്ട് തല്ലുക. ആസ്യ മൂളി. അനീസയും രജനയും കൂടി ഉമ്മയെ താങ്ങി എണീപ്പിച്ച് നടത്തി. ഇരുവരും ദയനീയമായി വഹാബിനെ നോക്കി. അതിലേറെ വേദനയോടെ വഹാബും നോക്കി. ചോര കുടിക്കുന്ന യക്ഷിയെപ്പോലെ ആ ഉമ്മയെ അവർ ഭയപ്പെടുന്നുണ്ടാകാം. അവരോടൊപ്പം പോയാൽ ഇനി എന്താകും ഉണ്ടാകുകയെന്നും ആ കുട്ടികൾ ഭയപ്പെടുന്നുണ്ടാകാം. അവർക്ക് അഭയം നൽകാനും രക്ഷിക്കാനും വഹാബിൻ്റെ മനം വെമ്പി. പക്ഷേ താൻ അന്യനാണ്, പുരുഷനാണ്. അവർ പെൺകുട്ടികളും. തനിക്ക് ചെയ്യാവുന്ന എന്തിനും ഒരു പരിധിയുണ്ട്. അതിലപ്പുറം വയ്യല്ലോ. വഹാബ് മുണ്ടും ഷർട്ടും മാറ്റി പുറത്തേക്കിറങ്ങി കവലയിലെത്തി ഒരു ടെലിഫോൺ ബൂത്തിൽ കയറി. ബോബിയുടെ സെൽഫോണിലേക്ക് നമ്പർ വിളിച്ചു. എന്താടോ ബോബി, തൻ്റെ വീട്ടിൽ പ്രശ്നം വല്ലതും ഉണ്ടായോ? നത്തിങ്, ബോബി പറഞ്ഞു. ഒന്നും ഉണ്ടായില്ലേ? ഇല്ലെന്ന്. എന്നാൽ ഇവിടെ ഉണ്ടായി. എങ്ങനെയോ സംഭവം അറിഞ്ഞു ആസിയ. ഓ ജീസസ്, ബോബി നിലവിളിച്ചു പോയി. ഉണ്ടായ സംഭവം അത്രേ വഹാബ് ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു. ഓ ഗോഡ്, ആ പിശാച് എൻ്റെ അനീസയെ കൊല്ലുവോ? ബോബി സത്യമായി ഭയന്നു. പറയാനാവില്ല, വഹാബ് പറഞ്ഞു. തൻ്റെ വീട്ടിൽ ഇതുവരെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. എങ്ങനെ? ഞാൻ പറഞ്ഞു പപ്പയോട്. എന്നിട്ട് ബാങ്കിലെ പണം പിൻവലിക്കാൻ ശ്രമിച്ചതാണ്. ഒറ്റയടിക്ക് അത്രയും തുകയുടെ ചെക്ക് കണ്ടപ്പോൾ മാനേജർ പപ്പയെ വിളിച്ചു. പപ്പ എന്നെ ചോദ്യം ചെയ്തു. ഞാൻ സത്യം പറഞ്ഞു. ഓ ഗോഡ്, എന്നിട്ട്? പപ്പ എല്ലാം കേട്ടിരുന്നു. അനീസ മതം മാറാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. മതം മാറ്റാമെന്ന് ഞാൻ പറഞ്ഞു. പപ്പ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ബോബി സന്തോഷത്തിലാണ്. പപ്പ സമ്മതിക്കും. ബോബി അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? എന്താ സംശയം? എനിക്ക് സംശയമുണ്ട്. ആസിയ ബീവിയോട് പറഞ്ഞത് ബോബിയുടെ പപ്പ തന്നെയാണ്. പറയുക മാത്രമല്ല, അനീസയെ കൊല്ലുമെന്ന ഭീഷണി അതിലുണ്ട്. ആലോചിച്ച് സമ്മതം തരുന്ന ഒരാൾ ഇങ്ങനെ പറയുമോ? വഹാബ് ഗൗരവത്തിലായി. ബോബി റിസീവർ വെച്ച് കളഞ്ഞു. പിറ്റേ ദിവസം പുലർച്ചെ രാവിലെ ഉറക്കമുണർന്ന് എണീറ്റ അനീസ പതിവ് പോലെ മുൻവാതിൽ തുറക്കാനെത്തി. വാതിൽ തുറന്നു. സിറ്റൗട്ടിൽ അതാ നിൽക്കുന്നു ബോബി. എൻ്റെ റബ്ബേ! അനീസ ഒറ്റ നിലവിളിയായിരുന്നു. ആ നിലവിളി കേട്ടാണ് ആസിയ ബേബി ഉണർന്നതും മുൻവശത്തേക്ക് ഓടി വന്നതും. ബോബി കണ്ടു ഭീതിയാർന്ന അനീസയുടെ മുഖവും കണ്ണുകളും. മുഖത്തിനും കഴുത്തിനും താഴെയും കൈത്തണ്ട മേലും കിടക്കുന്ന ചുവന്ന് തിണർത്ത പാടുകളും അവൻ കണ്ടു. ഒരുപാട് വേദനയോടെ അവൻ്റെ ഹൃദയം തേങ്ങിപ്പൊട്ടി. അനീസ, നിന്റെ ഉമ്മ നിന്നെ! അവൻ ചുണ്ടനക്കി. അയ്യോ എൻ്റെ റബ്ബേ, പൊയ്ക്കോ പൊയ്ക്കോ ബോബി. എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? 4 പാട് നോക്കിക്കൊണ്ടവൾ പുലമ്പി. പോ ബോബി, ഉമ്മ ഉണരും മുമ്പ് പോകാൻ. അവനെ ഉന്തിത്തള്ളി സിറ്റൗട്ടിൽ നിന്ന് ഇറക്കി വിടാനായി അവളും വാതിൽ കടന്ന് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. ആരാടാ നീ? അനീസയ്ക്ക് പിന്നിൽ ആസിയ ബീവി എത്തി. ഇന്നലെ ഓഫീസിൽ നിന്ന് വന്ന അതേ വേഷം. അത് മാറ്റാതെയാണ് കിടന്നത്. വഹാബിൻ്റെ അടുത്ത് നിന്ന് മക്കൾ ഇരുവരും കൂടി പിടിച്ചുകൊണ്ടുവന്ന് കിടത്തിയ പാടെ ഉറങ്ങിപ്പോയി. മക്കളും ഒന്നും കഴിക്കാതെ കിടന്നു. എല്ലാവരും ഉണർന്നെഴുന്നേൽക്കുന്നത് വലിയൊരു ബോംബ് സ്ഫോടനത്തിൻ്റെ നടുവിലേക്ക്. ചോദിച്ചത് കേട്ടില്ലേടാ, നീ ആരാണെന്ന്? ആസ്യ ശബ്ദമുയർത്തി. ഇത്തിരി കൂടി ശബ്ദം കുറച്ചാലും എനിക്ക് കേൾക്കാം, അക്ഷോഫിനായി നിന്ന ബോബി പറഞ്ഞു.
ആദ്യമായിട്ട് കാണുകയല്ലേ എന്നെ, അല്പം കൂടി മര്യാദയുമാകാം. ഓഹോ, ആസ്യ ബീവിക്ക് മനസ്സിലായി, ഇതവനാണ്, പടനിലത്തെ ഏലിയാസിന്റെ മകൻ. ഇന്നലെ കേട്ട അതേ സ്വരവും സ്വരത്തിന് അതേ പ്രൗഢിയും. എടി, ആസ്യ അനീസയുടെ നേരെ തിരിഞ്ഞു. സ്തബ്ധയായി നിൽക്കുന്ന അവൾക്ക് നേരെ വിരൽ ചൂണ്ടി. കേറിപ്പോടിയകത്ത്. അനീസ ഞെട്ടി ഉണർന്ന് അകത്തേക്ക് ചാടിക്കയറി. അകത്ത് ഭയന്നരണ്ടതുപോലെ നിൽക്കുന്ന രചന. ഇരുവരും കെട്ടിപ്പിടിച്ചു നിന്നു. ബോബി എന്ത് സാഹസമാണ് ഈ ചെയ്തത്? എന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നു? എന്താണ് ഉദ്ദേശം? ഇരുവരും വരണ്ടു. എന്താണ് നിന്റെ ഉദ്ദേശം? ആസ്യ വീണ്ടും ബോബിയുടെ നേർക്കായി. നീ എന്തിനാണ് വന്നത്? എൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ ഇന്നലെ നിങ്ങൾ തല്ലി ചതച്ചു. നിന്റെ പേര് പറഞ്ഞിട്ടോ? നിന്നോട് ആര് പറഞ്ഞു ഇത്? ആസ്യ ബീവിയുടെ സ്വരം പൂർവാധികം കടുത്തു. ബോബി ഒന്ന് പരിങ്ങി. ഇന്നലെ വൈകുന്നേരം എവിടെ നടന്നത്? വെളുക്കുന്നതിന് മുൻപ് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ബോബി മിടയിറക്കി. ആരാണ് നിന്നെ അറിയിച്ചത്? എൻ്റെ മകളാണോ? അല്ല അല്ല, ബോബി തിടുക്കത്തിൽ പറഞ്ഞു. പിന്നാര്? ചോദിച്ചതോടൊപ്പം ആസ്യ മുഖം ഉയർത്തി നോക്കി. അങ്ങേ വീട്ടിലേക്ക്. അവിടെ അതാ ഉമ്മറത്ത് ഉത്കണ്ഠയോടെ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നു വഹാബ്. ഓഹോ, അയാളാണല്ലേ ഒറ്റുകാരൻ, നിങ്ങളുടെ പുതിയ രക്ഷകൻ? ആസ്യ ബേബി പരിഹാസത്തോടെ ചോദിച്ചു. ഞാൻ എൻ്റെ മക്കളെ തല്ലുന്നതിൽ ദണ്ഡം കൊണ്ട രണ്ടാമനാണ് നീ. ആസ്യ ബേബി സ്വയം പൊട്ടിത്തെറിക്കാൻ പാകത്തിലായി. എന്തിനാണ് നീ വന്നത് ഇത്ര അതിരാവിലെ? മേലാൽ എൻ്റെ മകളെ തല്ലാൻ പാടില്ലെന്ന് കൽപ്പിക്കാനോ? എൻ്റെ പേര് പറഞ്ഞ് തല്ലരുത്, ബോബി പറഞ്ഞു. സ്നേഹിച്ചു പോയി എന്നതൊഴിച്ചാൽ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒന്നാകാൻ ആഗ്രഹിക്കുന്നു, അതൊരു തെറ്റാണോ? ചോദ്യം നിന്റെ പപ്പയോടാകാമായിരുന്നു. ആസ്യ ബീവി ക്രുദ്ധയായി. അയാൾ പറഞ്ഞത് എൻ്റെ മകളെ ഞാൻ മര്യാദയ്ക്ക് വളർത്തണമെന്നാണ്. സ്വന്തം മകനെ ശിക്ഷിക്കാനോ ശാസിക്കാനോ പോലും അയാൾ തയ്യാറല്ല. ഒറ്റ മകനല്ലേ, ലാളിച്ചു പോയി പോലും. പക്ഷേ എൻ്റെ മകളെ കൊല്ലാൻ അയാൾക്ക് കഴിയുമെന്ന്, തെളിവില്ലാതെ കൊല്ലാൻ. എന്താ പോരെ? ബോബി സ്തംഭിച്ചു നിന്നു. എന്നാൽ നിന്റെ അപ്പനോട് പറഞ്ഞേക്ക്, നിന്റെ കൂടെ ഇറങ്ങി പുറപ്പെടാനൊരുങ്ങിയാൽ അയാൾ കൊല്ലേണ്ടി വരില്ലെന്ന്. അവളെ കഷ്ണം കഷ്ണമാക്കി ഞാൻ അരിഞ്ഞിടും. നീ കൂടെ അറിയാനാണ് പറയുന്നത്. നിന്റെ അപ്പനോടും പറഞ്ഞേക്ക്. ആസ്യ ബീവി പിന്തിരിഞ്ഞ് അകത്തേക്ക് കയറി വാതിൽ വലിച്ചടച്ചു കളഞ്ഞു. ബോബി ഒരു നിമിഷം കൂടി നിന്നു, പിന്നെ തിരിഞ്ഞു നടന്നു. അടുക്കളയിലേക്ക് കടന്ന് ആസ്യ ബീവി ചായയ്ക്ക് വെള്ളം വെച്ചു. ചായ വാങ്ങുമ്പോഴേക്കും റേച്ചലെത്തി. അതോടെ ആസ്യ പിന്മാറിക്കളഞ്ഞു. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഒന്നിനും ഉത്സാഹവുമില്ല. ഉണ്ടാക്കിയ ചായ കുടിച്ചില്ല, മക്കൾക്കും കൊടുത്തില്ല. അതേപടി ഇരുന്നു. തൻ്റെ മകൾ തൻ്റെ വരുതിയിൽ നിന്നില്ല. താൻ പറഞ്ഞതൊന്നും ചെവിക്കൊണ്ടില്ല. തൻ്റെ ഉപദേശങ്ങൾക്കവൾ പുല്ലുവില പോലും കൽപ്പിച്ചില്ല. വല്ലാത്ത വ്യതയോടെ ആസ്യ ബീവി കിടക്കയിലേക്ക് വീണു. സങ്കടം, ദേഷ്യം, ആകെ പരവശതയും. കൈ നീറുന്നുണ്ട്. ഇടത് കൈത്തണ്ടയിൽ ചട്ടുകത്തിൻ്റെ വലിപ്പത്തിൽ പൊള്ളി തൊലി പോയിരിക്കുന്നു. എന്തോ മരുന്ന് പുരട്ടിയിട്ടുണ്ട്. ഇന്നലെ ഉറങ്ങിയപ്പോൾ മരുന്ന് പുരട്ടിയതാകും. ആരാണ്? അനീസയോ രചനയോ? അനീസയാകും. അവളെ താൻ ഇന്നലെ തല്ലി. ഭ്രാന്തായിരുന്നു അപ്പോൾ. തൻ്റെ വരുതിയിൽ നിന്നില്ല അവൾ എന്നറിഞ്ഞപ്പോഴുണ്ടായ ഭ്രാന്ത്. കൈത്തണ്ടമേലേക്ക് നോക്കിയപ്പോൾ ഉള്ളൊന്ന് കാളി. ഇതുപോലെ 2 വ്രണങ്ങൾ അനീസയുടെ ഭംഗിയാർന്ന മുഖത്തിൻ്റെ ഇരുവശത്തും ഉണ്ടാകുമായിരുന്നില്ലേ? ഉണ്ടാകുമായിരുന്നു. സത്യമായും കവിളിൽ അമർത്തി വയ്ക്കാൻ തന്നെയാണ് ചട്ടുകം പഴിപ്പിച്ചത്. അവൾ ഓടിയപ്പോൾ വാശി വർദ്ധിക്കുകയായിരുന്നു. വിലക്കിയത് അയാളാണ്, വഹാബ്. ബലിഷ്ഠമായ കരം തൻ്റെ കൈത്തണ്ടയിൽ അമർന്നു. ആ ധാർഷ്ട്യവും പ്രവൃത്തിയും പൊറുക്കാൻ കഴിഞ്ഞില്ല. അയാളോടുള്ള പക പോക്കാനാണ് അയാളുടെ മുൻപിൽ വെച്ച് തൻ്റെ കൈത്തണ്ട പൊള്ളിച്ചത്. പൊള്ളട്ടെ, അയാളുടെ മനസ്സും പൊള്ളട്ടെ. അയാളുടെ പ്രവൃത്തിയുടെ ഫലമാണെന്ന് തന്നെ കരുതട്ടെ. ഏറെ സമയം കഴിഞ്ഞേ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ. അപ്പോൾ കണ്ടു പെൺമക്കൾ ഇരുവരും കുളിച്ച് ഡ്രസ്സ് ചെയ്തിരിക്കുന്നു കോളേജിലേക്ക് പോകാൻ. എങ്ങോട്ടാ? അവർക്ക് മുമ്പിൽ നിന്ന് അത്യന്തം ഗൗരവത്തിൽ. ഉമ്മ. അനീസയുടെ സ്വരം വിറയാർന്നു. പറയടി, എങ്ങോട്ടാ? കോളേജിലേക്ക്. അനീസ വിക്കി. ഡ്രസ്സ് അഴിച്ചു മാറ്റിക്കോ, ബാഗും എടുത്ത് സ്ഥലത്ത് വെക്ക്. ഉമ്മ പറഞ്ഞതനുസരിക്കടി. അനീസ ബാഗ് മേശപ്പുറത്ത് വെച്ചു. ധരിച്ചിരുന്ന നല്ല ചുരിദാർ അഴിച്ചു മാറ്റി. പകരം വീട്ടിൽ ധരിക്കുന്ന ഒന്നെടുത്തിട്ടു. ഇനി നീ കോളേജിൽ പോകണ്ട. ആസിയയുടെ കടുത്ത സ്വരം. അയ്യോ ഉമ്മ, എക്സാം എടുത്തപ്പോൾ. അനീസ വെപ്രാളപ്പെട്ടു. എക്സാം, പഠനം, രണ്ടും നിന്റെ ലക്ഷ്യമല്ല. ഐ ആം ഷുവർ. നീ എന്തിനു പോകാനൊരുങ്ങിയെന്ന് എനിക്കറിയാം. ഇനി അത് നടപ്പില്ല. ഈ ഗേറ്റിന് വെളിയിൽ എൻ്റെ അനുവാദമില്ലാതെ നീ ഇനി ഇറങ്ങുകയില്ല. ഉമ്മ. അനീസ മുഖം പൊട്ടിക്കരഞ്ഞുപോയി. പഠിച്ചത് മതി, വലിയ നിലയിൽ എത്തുകയില്ലെന്നല്ല.
വേണ്ട, ഇത്ര മതി, ഈ നിലയൊക്കെ മതി. ഇതാണ് വിധി. വിധിച്ചത് നീ അനുഭവിച്ചേ തീരൂ. അനീസ ബെഡിലേക്ക് തളർന്നിരുന്നു പോയി. രജന ബാഗുമായി വാതിക്കലേക്ക് നീങ്ങി. നീ എങ്ങോട്ടാ? ആസിയ അവളെ നോക്കി. ഞാൻ കോളേജിലേക്ക്. വേണ്ട ഉമ്മ. രജന അമ്പായിരുന്നു. ഞാൻ ഈ പറഞ്ഞതെല്ലാം നിനക്കും ബാധകമാണ്. അയ്യോ ഉമ്മ, ഞാൻ എൻ്റെ ക്ലാസ്. വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. ഇന്നലെ വരെ പഠിച്ചല്ലോ, അത് മതി. ഇനി മുതൽ വേണ്ട. കൽപ്പനയാണ്. രജനയും അടിപതറിപ്പോയി. അവൾ പൊട്ടിപ്പിളർന്ന് കരഞ്ഞു. റേച്ചൽ പണികൾക്കിടയിൽ ഓടി വന്നു. എന്നാ മോളെ, എന്തിനാ കരയണത്? കുഞ്ഞുങ്ങൾക്ക് എന്നാ പറ്റി മാഡം? അവർ ചോദിച്ചു. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുതള്ളേ. ആസിയ പൊട്ടിത്തെറിച്ചു. അയ്യോടാ. റേച്ചൽ പിൻവാങ്ങി. ആസിയ ഒരുങ്ങി ഇറങ്ങി ഓഫീസിലേക്ക്. പോകുന്നതിന് മുമ്പ് ആസിയ പറഞ്ഞു മക്കളോട്, മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോണം. പോക്രിത്തരം വല്ലതും കാട്ടാൻ ഒരുങ്ങിയാൽ രണ്ടുപേർക്കും അറിയാലോ എന്നെ. ഇരുവരും മിണ്ടിയില്ല. ആസിയ പോയി. താത്താടെ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഭൂമി കുലുക്കമായി. ഇനി എൻ്റെ കാര്യം കൂടി എങ്ങനെ അറിഞ്ഞാലോ? രചന പിറുപിറുത്തുപോയി. അനീസയ്ക്ക് തല കറങ്ങുകയാണ്. എല്ലാം കൂടി ഓർത്തിട്ട് ആരും അറിയാതെ കൊണ്ടു നടന്ന പ്രേമം ഇങ്ങനെ എത്ര പെട്ടെന്ന് പൊട്ടിത്തെറിയിലെത്തി. രജിസ്ട്രായി വിവാഹം കഴിഞ്ഞ് ഒരുമിച്ച് താമസമാക്കിയിട്ടേ ആരെങ്കിലും അറിയാവൂ എന്നതായിരുന്നു ധാരണ. പിന്നെ എങ്ങനെ ഉമ്മ അറിഞ്ഞു? ആരാണ് ബോബിയുടെ പപ്പയോട് പറഞ്ഞത്? റേച്ചൽ അപ്പുറത്ത് ചെന്നപ്പോൾ വഹാബിനോട് പറഞ്ഞു. അവിടെ എന്തോ നടന്നിട്ടുണ്ട് സാറേ, കാര്യമായിട്ടെന്തോ നടന്നിട്ടുണ്ട്. റേച്ചൽ തുടർന്നു. ആ പിശാചി പിടിച്ച തള്ള ആ കുഞ്ഞുങ്ങളുടെ പഠിത്തം നിർത്തിക്കളഞ്ഞു. കോളേജിൽ പോകണ്ടാന്നു. ഗേറ്റ് കടന്ന് പുറത്തിറങ്ങിയാൽ കൊല്ലുമെന്ന്. പോരെ. ഞെട്ടിപ്പോയി വഹാബ്. താൻ ഭയന്നിരുന്നത് സംഭവിച്ചിരിക്കുന്നു. സ്വന്തം ഉമ്മയുടെ സ്വഭാവം ശരിക്കറിയാമായിരുന്നിട്ടും അനീസ പ്രേമത്തിൽ കുടുങ്ങി. പിന്മാറാൻ തയ്യാറുമല്ല. ഇനിയോ? ഇനി എന്തു ചെയ്യും? താൻ ഇടപെടേണ്ടിയിരുന്നില്ല. അവരെ തിരുത്താനും തടയാനും വേണ്ടിയാണ് ഇടപെട്ടത്. പക്ഷേ തൻ്റെ കയ്യിൽ നിന്നൊക്കെ വഴുതി പോയിരിക്കുന്നു. പകൽ ഓഫീസ് സമയം. ആസിയ ബീവിയുടെ ക്യാബിനിൽ ഫോൺ ബെല്ലടിച്ചു. വഹാബിനാണ് ഫോൺ. രാജനെ വിളിച്ച് വിവരം പറയുമ്പോഴേക്കും ആസിയ ബീവി സംശയിച്ചു. രാവിലെ വീട്ടിൽ വന്ന പയ്യൻ്റെതല്ലേ ശബ്ദം? വഹാബ് വന്നു. റിസീവർ എടുത്തു. ഹലോ. ഹലോ സർ, ഞാനാണ് ബോബി. ഓ. വഹാബിൻ്റെ മുഖത്തുണ്ടായിരുന്ന ഭാവ വ്യത്യാസം ആസിയ അറിഞ്ഞു. ഞാൻ അങ്ങോട്ട് വിളിക്കാം, തൻ്റെ നമ്പറിൽ. അല്പം കഴിഞ്ഞു. അത്രയും പറഞ്ഞ് വഹാബ് റിസീവർ വെച്ചു. പോകാൻ തിരിഞ്ഞപ്പോൾ ആസിയ ചോദിച്ചു. നിങ്ങളാണ് ഇടയിൽ നിന്ന് കളിക്കുന്നതല്ലേ? മാഡം, സത്യമറിയാതെ എൻ്റെ മേൽ പഴി അടിച്ചേൽപ്പിക്കുകയാണ്. സത്യം? എന്ത് സത്യം? നിങ്ങളൊരു ജെന്റിൽമാൻ ആണെന്ന് ഞാൻ എന്നോട് തന്നെ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നന്ദി. ഉള്ളിൽ പെട്ടെന്ന് തോന്നിയ കുളിർമയോടെ വഹാബ് പറഞ്ഞുപോയി. ഇനി ആ നന്ദിയുടെ ആവശ്യമില്ല. നിങ്ങളുടെ തനിനിറം ഞാൻ കണ്ടു കഴിഞ്ഞല്ലോ. വഹാബ് ചമ്മി. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ട്, പകയുണ്ട്. വളരെ പഴക്കം ചെന്ന പക. എന്നെ തകർക്കാൻ നിങ്ങൾ എൻ്റെ മകളെ കൂട്ടുപിടിച്ചു. അവളുടെ മനസ്സ് മാറ്റിയെടുത്തു. കണ്ട ചെക്കനുമായി എൻ്റെ മോളെ നിങ്ങൾ ബന്ധപ്പെടുത്തി. എന്താണ് ഈ സ്ത്രീ പറയുന്നത്? വഹാബ് അന്തം വിട്ടുനിന്നു. മകൾക്ക് വേണ്ടി അമേരിക്കയിൽ നിന്നോ ഗൾഫിൽ നിന്നോ ഹെലികോപ്റ്റർ വഴി പുതിയാപ്പിളയെ കെട്ടിയിറക്കാൻ നിങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഓർമ്മയുണ്ടോ? പറഞ്ഞതൊന്നും മറക്കാൻ സമയമായിട്ടില്ലല്ലോ മാഡം. വഹാബ് പറഞ്ഞു. ഞാൻ നിശ്ചയിച്ച നിക്കാഹ് തകർക്കാനായിരുന്നു നിങ്ങളുടെ പ്ലാനെന്ന് അന്ന് എനിക്ക് മനസ്സിലായില്ല. ബട്ട് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, നിങ്ങൾക്കെന്നെ തോൽപ്പിക്കാനാവില്ല. തോൽപ്പിക്കാമെന്ന് വ്യാമോഹിക്കുകയും വേണ്ട. വഹാബ് മറുപടിയൊന്നും പറഞ്ഞില്ല. അവരെയും അവരുടെ ധാരണകളെയും തിരുത്താനാവില്ലെന്ന അറിവ് അയാളെ തളർത്തി. തളർച്ചയോടെ അയാൾ പുറത്തേക്കിറങ്ങി. സീറ്റിൽ പോയി ഇരുന്നില്ല. പകരം ഓഫീസിന് വെളിയിലിറങ്ങി. താഴത്തെ നിലയിൽ പബ്ലിക് ബൂത്തിലെത്തി. ഒരു മേശയും ഇട്ട ഒരു പെൺകുട്ടി. പിന്നിൽ ഫോൺ വെച്ചിരിക്കുന്ന ഒരാൾക്ക് കയറി നിൽക്കാവുന്ന ക്യാബിൻ. 1-2 പേർ ക്യൂവിലുണ്ട്. ഊഴം വന്നപ്പോൾ വിളിച്ചു ബോബിയെ. അവൻ തൻ്റെ വിളി പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുകയായിരുന്നു. ഹലോ സർ. എന്തിനാണ് വിളിച്ചത്? വഹാബ് ചോദിച്ചു. അനിയുടെ ഉമ്മയാ ഫോൺ അറ്റൻഡ് ചെയ്തതല്ലേ? അതെ, അവരുടെ മേശപ്പുറത്താണ് ഫോൺ. വഹാബ് തുടർന്നു. ബോബി പറയൂ, എന്തിനാണ് വിളിച്ചത്? അനി ഇന്ന് കോളേജിൽ വന്നില്ല. രജനിയും കണ്ടില്ല. ആ ഉമ്മ പുലിയും കടുവയും കൂടി ചേർന്ന് ഇനമാണെന്ന് ഞാൻ അറിയിപ്പ് തന്നല്ലോ ബോബി. നിങ്ങളത് വകവെച്ചില്ല. എന്താ സാർ? ആ പെൺകുട്ടികളുടെ പഠിപ്പ് അവർ നിർത്തി. ഗേറ്റിന് പുറത്തിറക്കാനുള്ള അനുവാദവും നിഷേധിച്ചു. ഓ ഗോഡ്. ബോബി നെഞ്ചിൽ കൈവച്ചു. എനിക്ക് അനിയെ കാണണം, സംസാരിക്കണം. എന്താണ് വഴി? നിങ്ങൾക്ക് കാണാനും കേൾക്കാനും വഴി കണ്ടുപിടിക്കലാണോ എൻ്റെ പണി? വഹാബ് ഗൗരവപ്പെട്ടു. നോ സാർ, അങ്ങനെയല്ല. എനിക്ക് അവളെ കണ്ടേ തീരൂ, സംസാരിച്ച് തീരൂ. എന്തിന്? എന്താണ് അവളുടെ തീരുമാനം എന്നറിയണം. എന്താണ് നിന്റെ തീരുമാനം? അടുത്ത ഫ്രൈഡേയിൽ, ഇന്നേക്ക് 8-ാം ദിവസം
അവളുടെ വീടിന് ഗേറ്റിന് മുമ്പിൽ എന്നെ കാത്തു നിൽക്കാൻ പറയണം. ബോബിക്കിനി മറിച്ചൊരു തീരുമാനമില്ല. വഹാബ് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ബോബി ഫോൺ വെച്ച് കളഞ്ഞു. ഗേറ്റിങ്കൽ വഹാബിൻ്റെ മുഖം കണ്ടതോടെ അനീസ പാഞ്ഞു ചെന്നു. സാർ, അവൾ കിതപ്പോടെ വിളിച്ചു. മോളെ, മതിയായില്ലേ? ഇനി ഇതൊക്കെ നിർത്തിക്കൂടെ? മോൾ ആലോചിക്ക്. ഉമ്മയെ വേദനിപ്പിക്കാതെ കഴിയുന്നതാണ് മോളെ നല്ലത്. വഹാബ് അവളെ തിരുത്താനാണ് ശ്രമിച്ചത്. ഇനി അതിന് കഴിയില്ല സാർ. ബോബി എന്നെ വിളിച്ചിരുന്നു. അടുത്ത വെള്ളിയാഴ്ച ഷുവർ ഞാൻ ബോബിയോടൊപ്പം ഇറങ്ങിപ്പോകും. ജീവിക്കണോ മരിക്കണോ അത് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കും. അനീസയുടെ ദൃഢസ്വരം. വഹാബ് നടുങ്ങിത്തെറിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി. ആസയുടെ തൻ്റെയിടം തന്നെ മകളിൽ കണ്ട പകപ്പോടെ. പട്ടുറുമാൽ എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്